CPIM-നകത്ത് സ്വജനപക്ഷപാതവും അതുപോലെ അഴിമതിയും കാണിക്കാത്ത നേതാക്കൾ വിരലിലെണ്ണാവുന്നവർ മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ളവർ പാർട്ടിക്കകത്ത് തന്നെ ഒറ്റപ്പെടുകയും അവർ പതിയെ പാർട്ടിയിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന സാഹചര്യം ഉണ്ടാക്കപ്പെടുന്നുണ്ട്. ജി സുധാകരൻ അതിനൊരു ഉദാഹരണം മാത്രമാണ്. കോൺഗ്രസിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ആലപ്പുഴയിൽ ജി സുധാകരനെ വന്ന് കണ്ടപ്പോൾ മാധ്യമങ്ങൾ ചോദിച്ചത് താങ്കൾ കോൺഗ്രസിലേക്കാണോ എന്നാണ്. ജി സുധാകരൻ അതിനൊരു മറുപടി കൂടി കൊടുത്തു. KC വേണുഗോപാൽ CPIM-ലേക്ക് വരുമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ എന്ന്. ആ ചോദ്യത്തിൽ വളരെ സ്പഷ്ടമായി പറയുന്നൊരു കാര്യമുണ്ട്. ആരെങ്കിലും മുങ്ങിത്താഴാൻ പോകുന്ന ബോട്ടിൽ ടിക്കറ്റ് എടുത്ത് കയറുമോ? ഇല്ല. KC വേണുഗോപാലിനെ പോലുള്ള നേതാക്കൾ ഒരു കാരണവശാലും CPIM-ലേക്ക് വരേണ്ട ഗതികേടില്ല. കോൺഗ്രസിനകത്തേക്ക് ആളുകൾ കയറും. കാരണം ഈ രാജ്യത്തിൻ്റെ പ്രത്യാശയും പ്രതീക്ഷയുമാണ്. വർഗീയ ഫാസിസ്റ്റ് ശക്തികളോട് നിരന്തരമായി ഒരു രീതിയിലും സന്ധിയില്ലാതെ ഏറ്റുമുട്ടുന്ന രാഹുൽ ഗാന്ധിയുടെ ടീമിനോടൊപ്പം അണിചേരാൻ സ്വാഭാവികമായി നിരവധി ആളുകൾ കടന്നു വരുന്നുണ്ട്. സംഘപരിവാർ രാഷ്ട്രീയ ശക്തികളെ ഉപേക്ഷിച്ചുകൊണ്ട് സന്ദീപ് വാര്യർ വന്നതുപോലെ ഇപ്പോൾ ഇതാ ജി സുധാകരൻ പടിപ്പടിയായി കോൺഗ്രസ് നേതാക്കളുമായി ആശയധാരയിലേക്ക് ഒത്ത് ഇണങ്ങിപ്പോവുകയാണ്. സുധാകരനുമായി കൂടിക്കാഴ്ച നടത്തുന്നു. അത്തരത്തിൽ രാഹുൽ ഗാന്ധിയുമായി ആശയവിനിമയം നടത്താൻ ജി സുധാകരൻ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴയിൽ ഒരുപക്ഷെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജി സുധാകരനായിരിക്കാം. അത്തരത്തിൽ വലിയ തോതിൽ സോഷ്യൽ മീഡിയകളിൽ ആരവം ഉയരുകയാണ്. എന്നാൽ തന്നെ ട്രോളുന്നവരോട്, അതായത് ജി സുധാകരൻ കൃത്യമായി മറുപടി പറയുന്നൊരു കാര്യമുണ്ട്. പാർട്ടിയുടെ ശക്തി പാർട്ടി ഘടകമാണ്, പാർട്ടിയുടെ നേതാക്കളാണ്, പാർട്ടി പ്രവർത്തകരാണ് എന്നാണ് ഞാൻ ഇന്നേ വരെ കരുതിയത്. എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കുറേ എണ്ണം അവതരിച്ചിട്ടുണ്ട്. ഇവരുടെയൊക്കെ പിതൃത്വം അന്വേഷിച്ചാൽ ശൂന്യമായിരിക്കും എന്നും അത് ഏത് വിവരദോഷികളാണ് എന്നുള്ളത് തനിക്കറിയില്ല എന്ന കൃത്യമായ കുറിക്കുകൊള്ളുന്ന ഉത്തരമാണ് മാധ്യമങ്ങളോട് ജി സുധാകരൻ പങ്കുവച്ചത്. ഇതോടുകൂടി കൈരണിയിലെയും ദേശാഭിമാനിയുടെയും റിപ്പോർട്ടർമാർക്ക് വയറ് നിറച്ച് മുഴുത്ത് എന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിക്കാണ് കണ്ടം വഴി ജി സുധാകരൻ ഇവരെയൊക്കെ ഓടിച്ചത്. വലിയ ചോദ്യങ്ങളും ചോദിച്ചു വരുന്ന കുട്ടി സഖാക്കന്മാരോട് നീയൊക്കെ നിക്കറിൽ മുള്ളി നടന്ന കാലത്ത് ഞാൻ ഈ ഫീൽഡിൽ തന്നെ ഉണ്ടായിരുന്നു, MLA ആയിരുന്നു, നീയൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്ക് എന്നാണ് ജി സുധാകരൻ പറഞ്ഞത്. കുറിക്ക് കൊള്ളുന്ന മറുപടി പറയാൻ പണ്ടേ ബിരുദനാണ് ജി സുധാകരൻ. VS മന്ത്രിസഭയിലെ ഏറ്റവും ഊർജ്ജസ്വലനായ നേതാവായിരുന്നു ജി സുധാകരൻ. പിണറായിയുടെ 1ാം മന്ത്രിസഭയിലും ഗത്യന്തരമില്ലാതെ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം കൊടുക്കേണ്ടി വന്നു. എന്നാൽ പിണറായിയുടെ മരുമകൻ ആ വകുപ്പ് കൈകാര്യം ചെയ്തതോടെ PWD വകുപ്പ്, അതായത് പൊതുമരാമത്ത് വകുപ്പ് കുളം തോണ്ടപ്പെടുന്ന അവസ്ഥയിലേക്കായി. VD സതീശൻ പറഞ്ഞതുപോലെ VS മന്ത്രിസഭയിൽ ഒരു രീതിയിലും താൻ പേരെടുത്ത് വിമർശിക്കാത്ത ഒരു നേതാവ് ജി സുധാകരനായിരുന്നു എന്ന കൃത്യമായ ഉത്തരം. ആശയപരമായി VS-നോടും സുധാകരനോടുമൊക്കെ പല രീതിയിൽ എതിർപ്പുണ്ടായിട്ടും വ്യക്തിപരമായി അവരെ ആരെയും ആക്ഷേപിച്ചിട്ടില്ല. കാരണം അവരാരും സ്വജനപക്ഷപാതം കാണിച്ചിട്ടില്ല.